കുത്തിയാൽ എന്റെ മൂക്ക് കുത്തും, ഞാൻ ഒരാളെ ചെവി മുറിച്ചാൽ എന്റെ ചെവി മുറിക്കും, ഞാൻ ഒരാളെ പല്ല് കുത്തിപ്പൊട്ടിച്ചാൽ എന്റെ പല്ല് കുത്തിപ്പൊട്ടിക്കും. എന്താ ഞാൻ ചെയ്ത തെറ്റ്? ആ തെറ്റ് എന്നിൽ നടപ്പാക്കും. അതാണ് ഇസ്ലാം ഖുർആൻ വിധിച്ച ശിക്ഷ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ കൊന്നത് കോടതി ജഡ്ജി വിചാരണ ചെയ്തു നോക്കുമ്പോൾ ഞാൻ കൊന്നത് എന്റെ മകനെയാണ് എന്ന് വെച്ചോ, ജഡ്ജി എന്ത് പറയും? വിട്ടേക്ക് വിട്ടേക്ക്, ഒരു വിധിയും ഒരു കേസും ഒരു ശിക്ഷയും നടപ്പാക്കാൻ പാടില്ല. വാപ്പാർക്ക് ഖിസാസില്ല. ഒരു മകനെ കൊണ്ട വാപ്പക്ക് ഖിസാസില്ലെന്നാണ് ഇസ്ലാമിന്റെ വിധിയെങ്കിൽ ആ വാപ്പ തന്റെ മകനുമായി എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വാപ്പമാർക്ക് ഖിസാസില്ലാണ്, ശിക്ഷാമറ നടപ്പാ. അത് വിചാരിച്ച് വാപ്പാര് മക്കളെ കൊല്ലാനല്ലേ ഈ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ വിധി, പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കിക്കോ, നമ്മുടെ വാപ്പ ആരാണെന്ന് നമുക്ക് പറയാം. ആ വിഷയം വരുമ്പോൾ കൂടുതൽ പറയാം. ഇന്ന് ആവശ്യമാണ് ആ വിഷയം. അത്ര ഗൗരവമുള്ളൊരു വിഷയം. ഒരു മക്കൾക്ക് പറഞ്ഞുകൂടാ എന്റെ ഉമ്മാനോട് എനിക്കുള്ള കടപ്പാടെന്താണ്, എന്റെ വാപ്പനോട് എനിക്കുള്ള കടപ്പാടെന്താണെന്ന്. വാപ്പയോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും കേട്ടാൽ വല്ലാത്ത വേദന തോന്നിപ്പോകും. മക്കൾ പഠിക്കണ്ടേ വാപ്പ ആരാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണ്ടേ? ഇത്ര ഗൗരവമാണ് വിധിയെങ്കിൽ, ഞാൻ കൊന്നത് എന്റെ മകനെയാണെങ്കിൽ ഇസ്ലാമിക കോടതി എനിക്ക് ശിക്ഷ വിധിക്കൂല, എന്നെ വെറുതെ വിടുന്ന അത് വാപ്പയാണ്, അവന്റെ വാപ്പയാണത്. ഈ ഗൗരവം നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരാൾക്കൊരു സാധനം ഹദിയ കൊടുത്തു. ഹദിയ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങാൻ പാടില്ല. ഛർദിച്ചത് തിന്നും പോലെ. ഞാനിവിടെ പ്രസംഗിച്ചു, ഞാൻ സംഭാവനയുടെയും ധർമ്മത്തിന്റെയും കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് സദസ്സിൽ നിന്ന് തോന്നി, ഈ ഉസ്താദിന് എന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഞാൻ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ ആവേശം കൊണ്ട് ഒരുത്തം വന്നിട്ട് എനിക്കൊരു വാച്ച് തന്നു. സങ്കല്പിക്കും, പിറ്റേന്ന് അവിടെ രാത്രി പോയി കിടന്നുറങ്ങിയപ്പോ പടച്ചോനെ ഞാനത് കൊടുത്തുപോയി, എന്ത് ചെയ്യും? പിറ്റേ ദിവസം വന്നിട്ട് ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ കൂടുമ്പോ ആ വാച്ച് അയാൾക്ക് തന്നെ കിട്ടണം എന്നാ ഉദ്ദേശം. തിരിച്ചു വാങ്ങല്ലേ മോനെ, കൊടുത്തുപോയി. ഇനി അത് തിരിച്ചു വാങ്ങാൻ ദുന്യാവിൽ ഒരാൾക്ക് അധികാരമില്ല. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നത് ഛർദിച്ചത് തിന്നും പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. അത് വാങ്ങാൻ ആർക്കേ അവകാശമുള്ളൂ? വാപ്പാർക്കേ അവകാശം. വാപ്പമാര് മക്കൾക്കൊരു സാധനം ഹദിയ കൊടുത്താൽ അത് തിരിച്ചു വാങ്ങുന്നത് ഛർദിച്ചത് തിന്നും പോലെയല്ല. ഭൂമിക്ക് മുകളിൽ അള്ളാഹു ഒരു മനുഷ്യനെ അതിന്റെ അവകാശം വിട്ടുകൊടുത്തുള്ളൂ, ഉമ്മാക്കും വാപ്പാക്കും. പക്ഷെ ആ സാധനം ബിഐനിഹി സൂക്ഷിപ്പുണ്ടാവണം, കേടുകൂടാതെ ആ വസ്തു സൂക്ഷിപ്പുണ്ടാവണം. നശിച്ചു പോയാൽ പിന്നെ വാപ്പാക്കും വാങ്ങാൻ പാടില്ല. ഏതുപോലെ വാച്ച് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എന്റെ മകൾ SSLC പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് ഇരുന്ന് എഴുതുമ്പോ വായിച്ചു കൊണ്ടിരിക്കുമ്പോ, പാപ്പ നിങ്ങളെ വാച്ച് ഒന്ന് തരാമോ, ഞാനൊന്ന് സമയം നോക്കാനാണ്. അത് എടുത്തോ മോളെന്തിനാ വാച്ചിന് വേണ്ടി ഇങ്ങനെ SSLC പരീക്ഷ ചെയ്തല്ലേ? പാപ്പന്റെ വക സമ്മാനമായി കിടക്കട്ടെ, ഞാൻ ഹദിയ തന്നിരിക്കുന്നു, നിനക്കൊരു വാച്ച്, നീ എടുത്തോ. മകളോടുള്ള സന്തോഷം കൊണ്ട് ഞാൻ വാച്ച് അങ്ങ് കൊടുത്തു. ഹദിയ കൊടുത്തതാ, തീരെ എഴുതി കൊടുത്തതാ. പിറ്റേ ദിവസം എനിക്ക് തോന്നി ആ വാച്ച് സംഗതി പോയല്ലോ, മോളെ എനിക്ക് ആ വാച്ച് തിരിച്ചു കിട്ടണം. ഹദിയ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങരുത് വാപ്പ. അത് മകൾ പറയരുത്, മോളെ വാപ്പ ആ ചോദിച്ച വാച്ച് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അത് വാപ്പക്ക് അവകാശമുണ്ട്. അപ്പൊ എന്താ സാധനം കേടുപാടില്ലാതെ സൂക്ഷിപ്പുണ്ട്. അതേ സമയത്ത് ഇന്നെന്റെ മകളെന്നോട് ചോദിച്ചു, മകൾ വാപ്പ ഒരു മെഴുകുതിരി വേണം, എനിക്ക് രാത്രി SSLC പരീക്ഷയ്ക്ക് ബുക്ക് വായിക്കാനാണ്, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ തരണം. ഞാനൊരു മെഴുകുതിരി വാങ്ങിക്കൊടുത്തു, എന്റെ മകൾക്കൊരു മെഴുകുതിരി ഹദിയ കൊടുത്തു. രാവിലെ ഞാൻ എന്റെ മകളോട് ചോദിക്കുന്നു, ആ മെഴുകുതിരി എടുത്ത് കത്തിച്ചു തീർന്നു പോയി വാപ്പ. ചോദിക്കാൻ പാടില്ല, കാരണം എന്താ? ആ സാധനം നശിച്ചു പോയി, അതിന്റെ ഉപയോഗം നടത്തിയപ്പോ ആ സാധനം നശിച്ചു പോയിട്ടുണ്ട്. ഇനി വാപ്പക്ക് തിരിച്ചു ചോദിച്ചൂടാ. സാധനം നശിച്ചു പോയിട്ടില്ലെങ്കിൽ വാപ്പ തിരിച്ചു വാങ്ങിയാൽ അത് ഛർദിച്ചത് തിന്നും പോലെയല്ല, വാപ്പയാണ് ചോദിച്ചത്, അയാൾക്ക് ചോദിക്കാൻ ഹക്കുണ്ട് എന്ന് ഇസ്ലാം വെച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വന്നു. 1 വർഷമാകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷമാകാണ്ട് ഞാൻ ഈ പരിസരത്ത് വന്നപ്പോൾ ആണ് ഞാൻ ആ പത്ര റിപ്പോർട്ട് വെട്ടിയെടുത്തത്. എന്താണ് അതിൽ ചർച്ച? ചെറുപ്പകാലത്ത് മക്കളോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മ വാപ്പമാർ എന്ത് ചെയ്തു? അവരെ സ്വത്ത് മക്കൾക്ക് പഠിച്ചു വളരാൻ വേണ്ടി മക്കളുടെ പേരിൽ തീരെഴുതി കൊടുത്തു. അവരോടുള്ള വാത്സല്യം കൊണ്ട് സ്വത്ത് മുഴുവനും മക്കളുടെ പേരിൽ തീരെഴുതി. അതാ മക്കൾ പഠിച്ചു ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി വളർന്നു, വളരെ വലിയ സ്ഥാനത്തെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ
പ്രായമായ ഉമ്മയെയും വാപ്പയെയും അച്ഛനെയും അമ്മനെയും നോക്കാൻ ഈ മക്കൾക്ക് സമയമില്ല. അവരവരുടെ സമ്പത്തും കൊണ്ട് ഉയർന്നുപോയി, അവരുടെ ജോലി കൊണ്ട് അവർ ഉയർന്നുപോയി. മക്കൾക്ക് വാപ്പയെ നോക്കാൻ സമയമില്ല. ഇതെന്റെ വാപ്പയാണെന്ന് പറയുന്നത് പോലും അവരിന്നിരിക്കുന്ന സ്ഥാനത്തിന് യോജിക്കാത്തതായി അവർ കാണുന്നു. ഇങ്ങനെ വന്നപ്പോൾ മാതാപിതാക്കൾ, ജീവിച്ചിരിപ്പുള്ള വൃദ്ധകളായ മാതാപിതാക്കളെ നോക്കാൻ ഈ മക്കൾക്ക് അവസരമില്ലാതെ വന്നപ്പോ ഇവരെന്ത് ചെയ്തു? ഈ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ചേർത്തു. ആ ഉമ്മയും വാപ്പയും ഇരുന്ന് കരയ. ഞങ്ങളെ സ്വത്തുകൊണ്ടാണല്ലോ പടച്ചോനെ ആ മക്കൾ ഇന്ന് ജീവിക്കുന്നത്, വളരുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ ആരുടെയും ആശ്രയമില്ലാതെ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാമായിരുന്നല്ലോ. ഞങ്ങളുടെ സ്വത്താണല്ലോ ആ കാണുന്ന ഭൂമികൾ മുഴുവനും, ആ കെട്ടിടം മുഴുവനും ഞങ്ങളുടേതായിരുന്നല്ലോ. ഞങ്ങളെ മക്കളെ സ്നേഹിച്ചല്ലേ ഞങ്ങൾ കൊടുത്തത്. ഇന്ന് അവർക്ക് ഞങ്ങളെ നോക്കാൻ സമയമില്ലല്ലോ. ആ ഉമ്മയും വാപ്പയും ഇന്ത്യൻ പാർലമെന്റിനെ, സുപ്രീം കോടതിയെയും സമീപിച്ചു. സുപ്രീം കോടതി അത് ചർച്ചക്കിട്ടു. ഇന്ത്യയിലെ സംഘടനകൾക്ക് മുഴുവനും അത് ചർച്ച ആരായാൻ വേണ്ടി, അഭിപ്രായം പറയാൻ വേണ്ടി സുപ്രീം കോടതി കൈമാറി. പാർലമെന്റിൽ ചർച്ചക്ക് വന്നു. എന്റെ സുപ്രീം കോടതിയും പാർലമെന്റും ഈ ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞത്, പത്രകട്ടിങ് ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, എന്റെ മേഖലയിരിപ്പുണ്ട്. ആ പത്രകട്ടിങ്ങിൽ ഞാൻ വായിച്ചു, ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു, പിതാവ് മക്കൾക്ക് കൊടുത്ത സ്വത്ത് തിരിച്ചു വാങ്ങാം. സുപ്രീം കോടതി, പിതാവ് മക്കൾക്ക് കൊടുത്ത സ്വത്ത് തിരിച്ചു വാങ്ങാം. നമുക്കത് അത്ഭുതമില്ല, നാം നേരത്തെ കിതാബിലൊക്കെ പഠിച്ചതാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റും അംഗീകരിച്ചു വരിക. പഴയ കാലത്ത് വാപ്പമാര് മക്കൾക്ക് ജമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജമ്മം തീരാധാരം സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ വാപ്പമാരിരുന്നിട്ട് പ്രിയപ്പെട്ട മക്കളെ എന്നെ പഴിക്കരുതേ, വല്ല വാപ്പമാരും തിരിച്ചു ചോദിച്ചാൽ അല്ലാഹുവും കുറ്റം പറയില്ല, റസൂലുള്ളാഹിയും ആക്ഷേപിക്കില്ല, ഇന്ത്യൻ കോടതി ആക്ഷേപിക്കില്ല. അവിടത്തേക്കാ കാര്യം. അപ്പോ തിരിച്ചു ഹദിയ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങാൻ ആർക്ക് അവകാശമുണ്ട്? ആര് അത് ചെയ്താൽ ഛർദിച്ചത് തിന്നും പോലെയല്ല, മാതാപിതാക്കൾ ചെയ്താൽ ഛർദിച്ചത് തിന്നും പോലെയല്ല. അത് ചോദിച്ചത് ഒരിക്കലും തെറ്റല്ല. ഭൂമിക്ക് മുകളിൽ ആർക്കേ അവകാശമുള്ളൂ? ഉമ്മാക്കും വാപ്പാക്കേ അവകാശം. വാപ്പയും നമ്മളും തമ്മിലുള്ള ഹക്ക് എത്രയാണ്? ആ കടമ എത്രയാണ്? ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒന്നുകൂടി കിട്ടിയ അവസരത്തിൽ ആ വിഷയം കൂടി കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ എന്റെ വിഷയം മറന്നുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ എന്തിനാണ് ഇത് വ്യതിചലിച്ചത്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ ആയത്തൊക്കെ എത്ര വിശദീകരിക്കണം. നാം വലുതായി വരുമ്പോ നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ട്. ഏത് അവസ്ഥയിൽ ജീവിച്ചിരിപ്പുണ്ട്? ഇമ്മാ യബ്ലുഗന്ന ഇൻദക, നിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുണ്ട്, അവരെത്തിയിട്ടുണ്ട്. അൽ കിബറ, അത്തും പുത്തും പറയുന്ന കാലം വന്നിട്ടുണ്ട്. കിബറ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം മാത്രമല്ല ആ വാക്കിന്റെ അർത്ഥം. വയസ്സന്മാരായിരിക്കുക എന്ന് മാത്രം പരിമിതിപ്പെടുത്തരുത് ആയത്തിനെ. കിബറിൽ ഉണ്ടാകുന്ന, കിബർ രണ്ടും രണ്ടാണ്. ഫതഹും സുക്കൂനുമായ അർത്ഥം വ്യത്യാസമുണ്ട്. കിബർ അഹങ്കാരം. കിബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായാധിക്യം കാരണമുണ്ടാകുന്ന സംസാരത്തിന്റെയും ശൈലിയുടെയും ജീവിത ചുറ്റുപാടിന്റെയും ഒക്കെ പ്രതികൂലമായ അവസ്ഥകളെ എല്ലാം ബാധിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. അവരുടെ സംസാരത്തിൽ വൈകല്യങ്ങൾ വരും, അവരെ താങ്ങിപ്പിടിച്ചെടുത്ത് കൊണ്ടുപോയി വെക്കേണ്ടി വരും. വിചാരിച്ച പോലെ നടക്കാൻ പറ്റില്ല. നാം ധൃതി പിടിച്ചെങ്ങോട്ടെങ്കിലും പോവുകയായിരിക്കും. അപ്പോഴായിരിക്കും ഉമ്മക്കോ ആപ്പക്കോ ഈ കിടക്കുന്നിടത്തു നിന്ന് അപ്പുറത്തേക്ക് എഴുന്നേറ്റ് പോകേണ്ടത്. അതിനുവേണ്ടി ഇപ്പൊ ശ്രമിച്ച 1 മണിക്കൂറെങ്കിലും അങ്ങ് പോകും. കാണാത്ത മാതിരി പോവുക അപ്പൊ നല്ലത് എന്ന് വിചാരിച്ച് പോകല്ലേ മോനെ. അത്തും പുത്തും പറയുന്ന ആ വാക്കുകൾക്ക് പോലും നീ കരുണയോടെ മറുപടി പറയാൻ പാടുള്ളൂ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് രണ്ടുപേരോടും പറയരുത് ഉഫ്ഫിൻ. ഉഫ് എന്ന് പറയരുത്. എന്താ ഉഫ് എന്ന് പറയരുത്? അറബി പദത്തിൽ അതിനേക്കാൾ നിസ്സാരമായ ഒരു വാക്ക് ഇനി പറയാനില്ല. സമ്മതമല്ല എന്ന രൂപേണ വിസമ്മതം പ്രകടിപ്പിക്കുന്ന ഒരു പദം അതിൽ താഴെ ഇനി പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു പറയുമായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഉമ്മ പറയാ, മോനെ പോയിട്ട് ആ ഉഹദ് മല എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എന്റെ മുമ്പിൽ വെക്കെന്ന് പറഞ്ഞാൽ എന്താ ഉമ്മ, അത് വിസമ്മതല്ലേ? പറഞ്ഞത് നമ്മുടെ ആ ശൈലി വിസമ്മതല്ലേ? പറയരുത്.
പറയാൻ പാടില്ല. ഖുർആൻ പറയുന്നു പറയാൻ പാടില്ല. ആ നിസ്സാര സ്വഭാവം എന്റെ